മറ്റൊരു പ്രധാനപ്പെട്ട നടനിലേക്ക് കൂടി ഒരു ആരോപണം ഉയരുകയാണ്. നടൻ ശ്രീനാഥ് ഭാസി നിരന്തരം ലഹരി ആവശ്യപ്പെട്ടെന്ന വെളിപ്പെടുത്തലുമായി നിർമ്മാതാവ് ഹസീബ് മലബാർ. നമുക്ക് കോടതിയിൽ കാണാമെന്ന സിനിമാ ലൊക്കേഷനിലിടയിലാണ് ലഹരി ആവശ്യപ്പെട്ടത്. നടൻ സ്ഥിരമായി വരാത്തതിനാൽ ചിത്രീകരണവും ഡബ്ബിങ്ങും നീണ്ടുപോയെന്നും ഹസീബ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറയുന്നു. സന്ദീപ് രാജാക്കാട് നൽകും വിശദാംശങ്ങൾ. സന്ദീപ്, സിനിമ മുടങ്ങിപ്പോവുമോ എന്ന് കരുതിയാണ് ഈ വിവരം നേരത്തെ പറയാതിരുന്നതെന്ന് ഇദ്ദേഹം പറഞ്ഞതായി ഞാൻ കണ്ടു. നിലവിൽ വന്നിട്ടുള്ള വാർത്തകളിൽ തന്നെ ആ പ്രതികരണം ഞാൻ ശ്രദ്ധിച്ചു. ഇതിപ്പോൾ എന്താണ് മറ്റൊരു നടനിലേക്ക് കൂടി, അതും ആദ്യമായല്ല ശ്രീനാഥ് ഭാസിക്കെതിരെ ഇത്തരമൊരു ആരോപണം ഉണ്ടാവുന്നത്, മൊഴികൾ ഉണ്ടാവുന്നത് ഒക്കെ നമുക്കറിയാം. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്? ശ്രീനാഥ് ഭാസിക്കെതിരെ ഇദ്ദേഹം പറയുന്ന ആരോപണം എന്തൊക്കെയാണ്? റോഷ്നി, ഇതിനു മുമ്പ് ശ്രീനാഥ് ഭാസിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഇപ്പോൾ നിർമ്മാതാവ് കൂടി ആരോപണം ഉന്നയിച്ച് സമാനമായ രീതിയിൽ രംഗത്തേക്ക് എത്തിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇത് തുറന്നു പറയുന്നത് ഗതികെട്ടിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹവുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോഴിക്കോട് വെച്ചായിരുന്നു നമുക്ക് കോടതിയിൽ കാണാം എന്ന് പറയുന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ച് ഇത്തരത്തിൽ നിരന്തരമായി കഞ്ചാവ് ആവശ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. പുലർച്ചെ 3 മണിക്കൊക്കെ ഫോണിൽ വിളിച്ച് കഞ്ചാവ് ആവശ്യപ്പെടുന്ന ഒരു രീതിയിലേക്ക് മാറി. തന്നെ വളരെയധികം കഷ്ടപ്പെടുത്തിയിട്ടുണ്ട് ശ്രീനാഥ് ഭാസി എന്നാണ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അത് ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹം എത്രത്തോളം കഞ്ചാവിന് അടിമയാണ്, അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന ആളാണ് എന്ന തരത്തിൽ പറയുന്ന തരത്തിലേക്ക്, വിശദീകരിക്കുന്ന തരത്തിലേക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റിൽ പറയുകയാണ്. ശ്രീനാഥ് ഭാസി ഉപയോഗിക്കുന്ന വണ്ടിക്ക് ഈ കഞ്ചാവിൻ്റെ ഗന്ധം പിടിച്ചെടുക്കുവാൻ കഴിയുമായിരുന്നുവെങ്കിൽ ഈ കേരളത്തിൽ ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കുന്ന വാഹനം ശ്രീനാഥ് ഭാസിയുടേതായിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം പ്രധാനമായി അദ്ദേഹം വ്യക്തമാക്കുന്നത്, ഈ കഞ്ചാവ് എത്തിച്ചു നൽകാത്തതിനാൽ ഈ 58 ദിവസത്തോളം ഈ നടൻ സെറ്റിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ള ഗുരുതരമായ ആരോപണം കൂടി പറയുന്നുണ്ട്. ഓർക്കണം, 58 ദിവസം സെറ്റിലേക്ക് എത്താതിരുന്നതോടെ ഡബ്ബിങ്ങും ഷൂട്ടിങ്ങും അടക്കം വളരെ കാലം നീണ്ടുപോകുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തി. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് ഇദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്നു. നമ്മൾ നേരിട്ട് ഫോണിൽ സംസാരിക്കുമ്പോൾ പോലും അദ്ദേഹം നമ്മളോട് പറയുന്നത്, ഇനി മറ്റൊരു നിർമ്മാതാവിനും ഇത്തരമൊരു ദുരവസ്ഥ ഉണ്ടാകാൻ പാടില്ല, അതുകൊണ്ടാണ് ഗതികെട്ട് തുറന്നു പറയേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. അത്തരത്തിൽ ഈ ലഹരിക്ക് അടിമപ്പെടുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി. അത് സിനിമാ മേഖലയെ ആകെ പ്രതികൂലമായി ബാധിക്കുന്നു, നിർമ്മാതാക്കളെ വളരെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നു. സിനിമയുടെ ചിത്രീകരണം വരെ വലിയ പ്രതിസന്ധിയിലേക്ക് മാറുന്നു. നമുക്കറിയാം, വലിയ ചിലവേറിയ ഒരുപാട് ആളുകളുടെ അധ്വാനമാണ് ഒരു സിനിമ എന്ന് പറയുന്നത്. അത് ഒരാൾ കൊണ്ട് ഇല്ലാതാകുന്ന, ഇല്ലെങ്കിൽ നീണ്ടുപോകുന്ന വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതി. നിർമ്മാതാവിനെ സംബന്ധിച്ചിടത്തോളം പണം മുടക്കുമ്പോൾ അത് തിരിച്ചു കിട്ടുമെന്ന വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് ഇറങ്ങുന്നത്. പക്ഷേ അവിടെയെല്ലാം ഇത്തരത്തിലുള്ള ആളുകളുടെ, പ്രധാനപ്പെട്ട നടന്മാരുടെ ഇടപെടൽ കൊണ്ട് ഇത്തരത്തിൽ ചിത്രീകരണം അടക്കം എന്തായാലും ഇപ്പോൾ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വരുന്ന ഒരു സാഹചര്യത്തിൽ ഇത് ഏറെ വലിയ വിഷയം തന്നെയായി മാറുകയാണ്. എന്തായാലും ഈ നടന്മാർക്കെതിരെയെല്ലാം അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് എന്നുള്ളത് ഉറപ്പിച്ച് പറയുകയാണ്. അത് കൃത്യമായ രീതിയിൽ തന്നെ നടക്കണം. ശാസ്ത്രീയമായി തെളിവുകൾ അടക്കം കണ്ടെത്തി മുന്നോട്ട് പോവുകയേ വഴിയുള്ളൂ എന്നുള്ളതാണ്. ഈ സിനിമാ ഇൻഡസ്ട്രിക്കകത്ത് എത്രത്തോളം പരിശോധനകൾ നടക്കുന്നുണ്ട്? സിനിമാ ലൊക്കേഷനുകളുടെ ലഹരി പരിശോധന പാളുകയാണ്. ലൊക്കേഷനുകളിൽ മയക്കുമരുന്ന് എത്തിക്കാൻ പ്രത്യേക സംഘമുണ്ട്. മയക്കുമരുന്ന് സംഘത്തെ പൂട്ടാൻ കഴിയാതെ എക്സൈസും കൈമലർത്തുകയാണോ? സിനിമാ ലൊക്കേഷനുകളിൽ പരിശോധന നടക്കുന്നില്ല. സിനിമയിലെ മയക്കുമരുന്ന് ഉപയോഗം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും നേരത്തെ പ്രതിപാദിച്ചതാണ്. വിവരങ്ങളുമായി TV പ്രസാദാണ് ചേരുന്നത്. പ്രസാദ്, സിനിമാ ലൊക്കേഷനിൽ ക്യാരവനകത്ത് മാത്രമല്ല ഈ സിനിമയുടെ പാക്കപ്പ് പാർട്ടികൾ നടക്കും, അതിലൂടെ അടക്കം ലഹരി ഒഴുകുന്നുണ്ടെന്നാണ് നേരത്തെ തന്നെ അന്വേഷണ സംഘങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഈ സിനിമാ ഇൻഡസ്ട്രിക്കകത്തേക്ക് ഇരച്ചു കയറി ചെല്ലാൻ, പരിശോധനകൾ നടത്താൻ തുടർച്ചയായി ഇത്തരം പരിശോധനകൾ സംഭവിക്കാത്തത് എന്തുകൊണ്ടാണ്? പോലീസിനും എക്സൈസിനും അതിനുള്ള ധൈര്യമില്ല എന്നുള്ളതാണ് ചുരുക്കത്തിലുള്ള അതിൻ്റെ മറുപടി, റോഷ്നി. അതായത് സംസ്ഥാനത്തെ സിനിമാ സെറ്റുകളിൽ വ്യാപകമായി ലഹരിയുടെ ഉപയോഗവും ലഹരിയുടെ വിപണനവും കൈമാറ്റവും എല്ലാം നടക്കുന്നുണ്ട് എന്ന് ഇവിടെ നാട്ടിൽ പാട്ടാണ്. മാത്രമല്ല, ഹേമ കമ്മിറ്റി പോലെ വളരെ വിശദമായി പഠിച്ച് ഒരു റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ടിലും വളരെ വ്യക്തമായി എഴുതി ചേർത്തിട്ടുണ്ട്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വരികയും ചെയ്തതാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിൽ കിട്ടി വർഷങ്ങൾ പലതായിട്ടും ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഒന്നും നടപ്പിലാക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ല, തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇതിലൊരു ദുഃഖകരമായ ഒരു സത്യം. സംസ്ഥാനത്തെമ്പാടും പോലീസും എക്സൈസും ലഹരി പൂർണ്ണമായി തടയാൻ വേണ്ടിയുള്ള വലിയ ഓട്ടം നടത്തുമ്പോഴും സംസ്ഥാനത്തെ സിനിമാ സെറ്റുകളിലേക്ക് അവർ കയറുന്നില്ല എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പാർട്ടിയിലും സർക്കാരിലും ഭരണത്തിലുമെല്ലാം ഇവർക്കുള്ള സ്വാധീനം തന്നെയാണ് ഇതിലെ പ്രധാന വില്ലനായി മാറുകയും ചെയ്യുന്നത്. ചില നടന്മാരുടെ പ്രതികരണങ്ങൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഇവർ ലഹരി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതെന്ന്. പക്ഷേ അതിനെതിരെ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് പരിശോധിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം. റോഷ്നി പറഞ്ഞതുപോലെ സിനിമാ സെറ്റിൽ മാത്രമല്ല കാരവാനകത്ത് വ്യാപകമായി ലഹരിയുടെ ഉപയോഗമുണ്ട്, ലഹരിയുടെ കൈമാറ്റം നടക്കുന്നുണ്ട്. പക്ഷേ അതിലേക്കൊന്നും നമ്മുടെ അന്വേഷണ സംവിധാനം ഇതുവരെ പോയിട്ടില്ല. സിനിമാ സെറ്റുകളിലേക്ക് മയക്കുമരുന്ന് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ സംഘങ്ങൾ കൊച്ചി കേന്ദ്രീകരിച്ചും മറ്റും ഉണ്ട് എന്ന കാര്യം അറിയാത്തവരല്ല നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥരും എക്സൈസ് ഉദ്യോഗസ്ഥരും. പക്ഷേ അവരിലേക്ക് എത്താൻ വേണ്ടി എന്തോ ഒരു തടസ്സം ഇവരിലെല്ലാവരിലും ഉണ്ട് എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു കാര്യം. നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ശുപാർശകൾ ഒന്നൊന്നായി നടപ്പാക്കുകയാണ് സർക്കാർ എന്ന് മന്ത്രി സജി ചെറിയാൻ നാഴികയ്ക്ക് 40 വട്ടം പ്രസംഗിക്കുകയാണ്. പക്ഷേ അതിലേറ്റവും പ്രധാനപ്പെട്ട മയക്കുമരുന്ന് ഉപയോഗത്തെക്കുറിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ വളരെ വിശദമായി പ്രതിപാദിച്ചിട്ട് ആ ഭാഗം പുറത്തു വരികയും കേരളീയ സമൂഹം ആകെ വായിക്കുകയും ചെയ്തിട്ടും എന്തുകൊണ്ട് അതിനെതിരെ ഒരു നടപടി എടുക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. എത്ര റിപ്പോർട്ടുകൾ പുറത്തു വന്നാലും, എത്ര വെളിപ്പെടുത്തലുകൾ സംഭവിച്ചാലും, എത്ര ആരോപണങ്ങൾ ഉണ്ടായാലും, എത്ര പരാതികൾ, എത്ര കേസുകൾ ഇങ്ങനെ അകത്തു പോയാലും പിന്നെയും ഇവരൊക്കെ പുറത്തു വരും. ഈ ഷൈൻ ടോം ചാക്കോ തന്നെ എങ്ങനെയാണ് പുറത്തിറങ്ങിയതെന്നുള്ള സാഹചര്യം നമുക്കറിയാം. അതിൽ ഉയർന്ന വിമർശനങ്ങൾ വരെ പൊതുസമൂഹത്തിന് മധ്യത്തിൽ തന്നെയുണ്ട്.